ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിൽ ഇത്തവണ മറ്റൊരു പുതിയ പഠനോപകരണമാണ് അവതരിപ്പിക്കുന്നത്. മൂന്നാം തവണയും എനിക്ക് സംസ്ഥാന തലത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ച പല പഠനോപകരണങ്ങളിൽ ചിലതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് സ്ക്വയറിലാണ്. നേരത്തെ രണ്ടും വൃത്തത്തിലുള്ളതായിരുന്നു കാണിച്ചത്. അപ്പോൾ ഈ സ്ക്വയർ പലതരത്തിൽ മാറ്റുകയും മറിക്കുകയും, അതുപോലെ സ്ക്വയർ മാത്രമല്ല, ദീർഘചതുര പലതരത്തിലും ത്രികോണത്തിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാനിതിന് കൊടുത്ത പേര് സ്ക്വയർ മാജിക് എന്നായിരുന്നു അന്ന്. സ്ക്വയർ മാജിക്, അതായത് ആ സ്ക്വയർ കൊണ്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് മാജിക് കളിച്ചുകൊണ്ട് കുട്ടികളിലുള്ള ഗണിതാശയങ്ങൾ കുട്ടികളിലേക്ക് ഗണിതാശയങ്ങൾ എത്തിക്കാം, അതെങ്ങനെ അവരിൽ ഉറപ്പിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓരോ സൂത്രവാക്യവും എങ്ങനെ ഉണ്ടാകുന്നു, നീളം ഗുണിക്കണം വീതിയാണ് വിസ്തീർണം, അതായത് ഏരിയ കാണുന്നതെങ്ങനെ, പെരിമീറ്റർ കാണുന്നതെങ്ങനെ, അതുപോലെ മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പൈത്തഗോറസ് സിദ്ധാന്തവുമായിട്ടുള്ള ബന്ധം, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഗുണനവസ്തുക്കൾ പ്രൈമറി തലത്തിലുള്ളതാണെങ്കിൽ, LP തലത്തിലുള്ളതാണെങ്കിൽ എങ്ങനെയാണ് ഗുണനവസ്തുതകൾ, ആവർത്തന സങ്കലനത്തിലൂടെ എങ്ങനെയാണ് ഗുണനം വരുന്നത്, ഗുണനപ്പട്ടിക കുട്ടികൾക്ക് തന്നെ എങ്ങനെ സ്വയം ഉണ്ടാക്കാം എന്നുള്ള തരത്തിൽ ഈ പഠനോപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ കളർഫുൾ മെറ്റീരിയൽ ഇപ്പോൾ മാർക്കറ്റ് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇത്തരത്തിലുള്ള കുറേ ഉപകരണങ്ങൾ നിർമ്മിച്ച് ആവശ്യപ്പെടുന്ന ടീച്ചേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിന് ആ മെറ്റീരിയൽ അത്രയും കളർഫുള്ളായിട്ടുള്ള, അത്രയും ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓരോ ക്ലാസ്സിലും വരുന്ന, പ്രത്യേകിച്ചും ഞാൻ ഊന്നുന്നത് LP യിലും UP യിലുമാണ്. അപ്പോൾ ഹൈസ്കൂൾ തലത്തിലുള്ള കുറേ ഭാഗങ്ങളും കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഉപകരണം കൊണ്ട് ചെയ്യാവുന്ന, നമുക്ക് കുട്ടികളുടെ മുമ്പിൽ ഏതൊക്കെ ആശയങ്ങളാണ് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്, അതിനിതെങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ നിർമ്മാണം വളരെ സിമ്പിളാണ്, പക്ഷേ അതിന് കൃത്യത വേണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് മുറിച്ച് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചില ക്യാമ്പിൽ വെച്ച് ഞാൻ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപം കിട്ടില്ലല്ലോ. പിന്നെ പലതവണ പരീക്ഷിക്കുമ്പോഴാണ് അത് നല്ലൊരു ഉപകരണമായിട്ട് തീരുന്നത്. ഓക്കെ, നമുക്ക് ആ ഉപകരണത്തിലേക്ക് പോകാം. അതുപോലെ ഇതൊരു വിദ്യാഭ്യാസ ചാനലാണ്. പ്രത്യേകിച്ചും ഗണിതാശയങ്ങൾ ഏറ്റവും ലളിതമായും രസകരമായും കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കാഴ്ചക്കാർ കുറവായിരിക്കും. നമ്മളൊരു വിനോദ വീഡിയോ കാണുന്നത് പോലെ ഇത് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ അവരെ സഹായിക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾക്കും, അതുപോലെ ടീച്ചേഴ്സിനും, അതുപോലെ ഈ കാര്യത്തിൽ താല്പര്യമുള്ള കുട്ടികൾക്കും വേണ്ടിയാണ് ഇത്തരം വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്തവണ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും ഉപയോഗിക്കാവുന്ന പുതിയൊരു പഠനോപകരണം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ വലുപ്പം 10x10 ആണ്. അപ്പോൾ നമുക്കിതിങ്ങനെ നിവർത്തെടുക്കാം. അതുപോലെ ഇതിങ്ങനെ ഏറ്റവും ചെറിയ രൂപത്തിലേക്കും മടക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരൊറ്റ സ്ട്രിപ്പായി 10ൻ്റെ ഒരു കൂട്ടമായി മാറി. അപ്പോൾ 10, 20,
10 10 20 10 30. വീണ്ടും ഇവിടെ മടക്കുന്നു, ഇവിടെ നിവർത്തുന്നു. അപ്പോൾ ഇത് 10ൻ്റെ 4 കൂട്ടമായി. 10ൻ്റെ 5 കൂട്ടം. ഇനി ഇവിടെ നിവർക്കുക, ഇവിടെ മടക്കുക. ഇതിപ്പോൾ 10ൻ്റെ 6 കൂട്ടമാണ്. അങ്ങനെ 10ൻ്റെ 10 കൂട്ടം വരെ നമുക്ക് ഈ രൂപത്തിൽ നിവർത്തിയെടുക്കാം. അപ്പോൾ 10ൻ്റെ കൂട്ടം മാത്രമല്ല, നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ഇത് ചെയ്യാമെന്നുള്ളതാണ്. ഞാനിത് 5ൻ്റെ കൂട്ടാക്കുകയാണ്. 5ൻ്റെ കൂട്ടം. അപ്പോൾ 5ലേക്ക് മടക്കിയെടുക്കുക. ഇതിപ്പോൾ 5ൻ്റെ കൂട്ടാണ്. ഇതും ഇതാ ഈ രൂപത്തിൽ മടക്കി ചെറുതാക്കാം. ഓക്കെ, 5ൻ്റെ ഒരു കൂട്ടമായി. അപ്പോൾ 5 10 15 20 25 30 35 40 45 50. ഇനി 6ൻ്റെ കൂട്ടമൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഒന്നിങ്ങനെ എടുക്കുക. ഇപ്പോൾ ഇത് 6ൻ്റെ കൂട്ടമായി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ നമുക്ക് മുഴുവനായിട്ടും ചെയ്യാം. ഇപ്പോൾ ഇതാ 6ൻ്റെ കൂട്ടം 6, 6ൻ്റെ 2 കൂട്ടം 12, 6ൻ്റെ 3 കൂട്ടം 18, 6 4 24, 6 5 30, 6 6 36, 6 7 42, 6 8 48, 6 9 54, 6 10 60. ഇത് തന്നെ ഇതാ ഒന്നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 7ൻ്റെ കൂട്ടങ്ങളാവുക. ഇപ്പോൾ കാണുന്നത് എല്ലാം 7ൻ്റെ കൂട്ടങ്ങളാണ്. അതുപോലെ 8ൻ്റെ കൂട്ടവും 9ൻ്റെ കൂട്ടവും എല്ലാം ഇങ്ങനെ ചെറുതും വലുതും ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മൊത്തം ഇത് 100 സമചതുരങ്ങളാണുള്ളത്. ആ 100 സമചതുരങ്ങളും ചേർത്ത് വെച്ച് വലിയൊരു സമചതുരം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ പാഠഭാഗവുമായി ബന്ധിപ്പിക്കാൻ നോക്ക്. നമ്മൾ പറഞ്ഞല്ലോ, ഇനി നമ്മൾ 5ൽ താഴെയുള്ള എടുക്കാവോ? തീർച്ചയായിട്ടും നമുക്കതും നോക്കാം. ഇപ്പോഴിത് 3ൻ്റെ കൂട്ടാണ്. ഇത് ഈ രൂപത്തിൽ നമുക്ക് മടക്കാം. ഇപ്പോൾ 3ൻ്റെ കൂട്ടമായി മാറി. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. 3ൻ്റെ കൂട്ടം 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 18, 7 3 21, 8 3 24, 9 3 27, 10 3 30. ആവർത്തന സങ്കലനത്തിലൂടെ കൃത്യമായിട്ട് നമുക്ക് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗുണനവസ്തുക്കൾ കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് ആവർത്തന സങ്കലനം? 3ൻ്റെ ഒരു കൂട്ടം. ഇപ്പോഴോ 3ൻ്റെ 2 കൂട്ടം 3 + 3 ആണ്. 3 + 3 6. എങ്ങനെയാണ് 3ൻ്റെ 2 കൂട്ടം? 3 + 3 + 3 3 + 3 + 3. അപ്പോൾ 3 × 3 9. 3 + 3 + 3 + 3 എന്ന് വെച്ചാൽ 4 3കൾ ചേർന്ന് 12ആയി. 5 3കൾ ചേർന്ന് 15ആയി. 6 3 7 3 8 3 9 3 10 3. അപ്പോൾ ഗുണനവസ്തുക്കൾ ചെറിയ ക്ലാസ്സിൽ LP തലത്തിൽ എങ്ങനെയാണ് ആവർത്തന സങ്കലനത്തിലൂടെ ഗുണനവസ്തുതകളിലേക്ക് എത്തുന്നത്? ഗുണനപ്പട്ടിക എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? ഗുണനപ്പട്ടിക എഴുതിയിട്ട് ബൈഹാർട്ട് പഠിക്കലല്ല, എങ്ങനെയാണ് ആ ഗുണനവസ്തുതകൾ വരുന്നത്, അതാണ് ആവർത്തിച്ച് കൂട്ടി എടുക്കുന്നത്. ഇതാ നമ്മളെടുത്ത 4ൻ്റെ എടുക്കുകയാണ്. 4ൻ്റെ പട്ടിക രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? ഇതാ ഇപ്പോൾ 4ൻ്റെ കൂട്ടങ്ങളായി മാറി. ഞാനത് ഇതാ 4ൻ്റെ ഒരു കൂട്ടമാക്കി മാറ്റി. ഇപ്പോൾ നമുക്ക് 4ൻ്റെ ഒരു കൂട്ടം, 4ൻ്റെ 2 കൂട്ടം എന്ന് പറഞ്ഞാൽ 4 4 8. 4 + 4 അതാണ്
2 ഇൻറ്റു 4 3 ഇൻറ്റു 4 അപ്പോൾ 4 പ്ലസ് 4 4 പ്ലസ് 4 പ്ലസ് 4. ഇവിടെയോ 4 4കൾ ചേർന്ന് 16ആയി. 5 4 20, 6 4 24, 7 4 28, 8 4 32, 9 4 36, 10 4 40. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ഏത് ഗുണനവസ്തുക്കളും നമുക്കിതിലുണ്ടാക്കാം എന്നുള്ളതാണ്. മറ്റൊന്ന് എൽ പിയിലും യു പിയിലും ഒരുപോലെയുള്ളതാണ് പെരിമീറ്റർ ചുറ്റളവ്. ചുറ്റുമുള്ള അളവിനെയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പല വ്യത്യസ്ത തരത്തിലുള്ള ചുറ്റളവുള്ള ചതുരങ്ങളും നമുക്കുണ്ടാക്കാം, സമചതുരങ്ങളും ചതുരങ്ങളും. ഉദാഹരണത്തിന് ഇതാ, ഇപ്പോഴെത്രയാണ്? 1 2 3 4 5 ആണ് ഇതിൻ്റെ നീളം, അതുപോലെ 5 ആണ് ഇതിൻ്റെ വീതി. അപ്പോൾ 5 5 5 5 അപ്പോൾ 5 ഇൻറ്റു 4 അല്ലെങ്കിൽ 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 5 എന്ന് വെച്ചാൽ ചുറ്റും ഉള്ള അളവാണ് ചുറ്റളവ്. അപ്പോൾ ആ ചുറ്റളവാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ എത്രയാണ്? 5 ഇൻറ്റു 4 20 അല്ലെങ്കിൽ 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 5 20 യൂണിറ്റാണ് ഇതിൻ്റെ. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്ററിൽ, ഇനി മറ്റേതെങ്കിലും യൂണിറ്റിലാണ് അങ്ങനെ പറയാം. ഇത് പക്ഷേ കുറച്ച് വലുത് ആയതുകൊണ്ട് തന്നെ അത് പിന്നെ ഏതാണ്ട് 5 സെൻറ്റിമീറ്ററാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ 5 5 25 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. അപ്പോൾ 25 ഇൻറ്റു 4 100 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ്. യെസ്, ഇതിപ്പോൾ ചുറ്റളവ് മാറി. ഇനി യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതാണ് നമുക്കിത് ഇങ്ങനെ ചെയ്യുമ്പോൾ സൗകര്യം. 1 2 3 4 5 6 1 2 3 4 5. അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് കുട്ടി ഈ നീളവും വീതിയും തമ്മിലുള്ള ഏതോ ഒരു ബന്ധം ചുറ്റളവ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ 2 നീളങ്ങൾ തുല്യമാണ്, 2 വീതികളും തുല്യമാണ്. ഇവിടെ 6 അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും 6, ഇവിടെ 4 അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇവിടെ 5 അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും 5. അപ്പോൾ 2 6കളും 2 5കളും 6 6 12 12 10 22 യൂണിറ്റ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. ഏത് തരത്തിൽ വേണമെങ്കിലും ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, ചതുരം വലുതും ചെറുതും ആയ ദീർഘചതുരങ്ങളും സമചതുരങ്ങളും ഒക്കെ ഉണ്ടാക്കാം. ഇനി ഏരിയ, വിസ്തീർണം, പരപ്പളവ്. എന്താണ് പരപ്പളവ്? അത് കൃത്യമായിട്ട് നമുക്ക് എണ്ണി തന്നെ എടുക്കാം. ഇതാ ഇങ്ങനെയൊരു ദീർഘചതുരം, ഇതിൻ്റെ പരപ്പളവ് എത്രയാണ്? അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അതായത് ചെറിയ യൂണിറ്റ് സമചതുരങ്ങൾ എണ്ണിയിട്ടാണ് ആദ്യം പരപ്പളവ് കണ്ടെത്തുന്നത്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തം എത്രയുണ്ട്, പരപ്പ് എത്രയുണ്ട്, അപ്പോഴാണ് അതിലുള്ള ചെറിയ സമചതുരങ്ങൾ നമ്മൾ എണ്ണി നോക്കുന്നത്. ഇനി ചിത്രം വരച്ചിട്ടാണെങ്കിൽ അത് സ്ക്വയർ സെൻറ്റിമീറ്റർ ആവുന്നു. ഇത് സ്ക്വയർ യൂണിറ്റായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പോൾ അതും ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ടീച്ചർ, അടുത്തടുത്ത് കുറച്ചും കൂടെ വലുത്. അപ്പോൾ അവിടെയും മുഴുവനും എണ്ണുകയാണ്. അങ്ങനെ 4-5 പ്രാവശ്യം എണ്ണുമ്പോൾ കുട്ടി നമ്മളോട് പറയും, എന്തിനാ ടീച്ചറെ ഇത് മുഴുവൻ ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം കുട്ടിക്ക് കണ്ടെത്തി പറയാൻ പറ്റണം. കാരണം ഗുണനവസ്തുതകൾ ഉണ്ടാവുന്നത് ഇത്തരം ഉപകരണത്തിലൂടെ കുട്ടി കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നീളവും വീതിയും ഗുണിച്ചാൽ പോരെ എന്നുള്ള കാര്യം കുട്ടിയുടെ അടുത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഏരിയ വരുന്നത് 1 2 3 4 5 6 1 2 3 4 5.
അപ്പോൾ 6 ഇൻറ്റു 5 30 സ്ക്വയർ യൂണിറ്റാണ് ഇതിൻ്റെ പരപ്പളവ്. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇത് ആ രൂപത്തിൽ നമുക്ക് ഇത് വീണ്ടും വ്യത്യസ്ത വലുപ്പത്തിൽ പലതരത്തിലുള്ള ചതുരങ്ങളും സമചതുരങ്ങളും നമുക്ക് ഉണ്ടാക്കാം. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്ന് ഗുണനവസ്തുതകൾ, ആവർത്തന സങ്കലനത്തിലൂടെ എങ്ങനെയാണ് ഗുണനവസ്തുതകൾ നിർമ്മിക്കുന്നത്, കുട്ടി ഉണ്ടാക്കുന്നത്, ഗുണനത്തിൻ്റെ പട്ടിക അത് കുട്ടി ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന്. മറ്റൊന്ന് ചുറ്റളവ്, പെരിമീറ്റർ, ചുറ്റുമുള്ള അളവ് പലതരത്തിലും നമുക്ക് ചെയ്യാം. മറ്റൊന്ന് ഏരിയ, പരപ്പളവ്, യു പി തലത്തിലേക്ക് എത്തുമ്പോൾ ഏരിയ. യെസ്, ഇനി അതിനപ്പുറം 7ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ശതമാനം. മൊത്തം ഇത് 100 കളങ്ങളാന്ന് പറഞ്ഞില്ലേ, 100 സമചതുരങ്ങൾ ചേർത്ത് വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എടുക്കും പോലെ ഏതെടുത്താലും നിശ്ചിത ശതമാനത്തിൽ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതാ, ഇതെത്രയാണ്? ഇത് എത്ര കളങ്ങളുണ്ടോ അത്രയും ശതമാനം. കാരണം മൊത്തം 100 ഉണ്ടായിരുന്നത്. 100ൽ നമ്മളിപ്പോൾ എത്ര കാണുന്നുണ്ട്? ഇത് 25%. കാരണം 25 സമചതുരങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 100. യെസ്, അപ്പോൾ 100ൻ്റെ ഇങ്ങനെയും പറയാം. നമ്മളിപ്പോൾ കണ്ടല്ലോ, ഇതാണ് 100. അത് നമ്മൾ ഇങ്ങനെ എടുത്തപ്പോൾ നേരെ പകുതിയാക്കിയപ്പോൾ 50%. ഇനി ആ 50% നേരെ പിന്നെയും മടക്കുകയാണ്. ഇപ്പോഴോ 25%. ഞാനൊരു മടക്ക് ഇവിടെ മടക്കുകയാണ്. ഇപ്പോഴോ 20%. 20%. ഒന്നും കൂടെ മടക്കുകയാണ്. ഇപ്പോഴോ 15%. ഇപ്പോഴോ 10%. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായുള്ള എങ്ങനെയും മടക്കാം എന്നുള്ളതാണ് ഇത്. അതായത് തലങ്ങും വിലങ്ങും മടക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മിതി നോക്ക്. ഇതാ, സെലോ ടേപ്പ് ഒട്ടിച്ചതാണ്. ഓരോ കഷ്ണം, ഓരോ യൂണിറ്റ് സമചതുരങ്ങൾ ചേർത്ത് വെച്ച് സമചതുരങ്ങൾ സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചതാണ്. പക്ഷേ അങ്ങനെ ഒട്ടിക്കുമ്പോൾ പോലും അതിൽ ഒരു നേരിയ 1 മില്ലിമീറ്റർ ഗ്യാപ്പ് ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഓരോ കളങ്ങളുടെയും ഇടയ്ക്ക് 1 മില്ലിമീറ്റർ ഗ്യാപ്പെങ്കിലും ഉണ്ടാവണം. എങ്കിലേ അത് തിരിച്ചും മറിച്ചും നമുക്ക് മടക്കി എടുക്കാൻ പറ്റും. ഇല്ലെങ്കിലും ഒരു തരത്തിൽ മാത്രമല്ലേ മടങ്ങും. ഇത് നമുക്ക് എങ്ങനെ മടക്കണം? സോറി, ഇതാ. അതുപോലെ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ളൂ. കണ്ടോ, ഒരു സൈഡിൽ മാത്രമേ. അപ്പോൾ കുട്ടി കാണുന്ന ഏറ്റവും നല്ല ഭംഗിയുള്ള ഭാഗത്ത് സെലോ ടേപ്പ് ഇല്ല. ഇതാ, ഈ ഭാഗത്ത് സെലോ ടേപ്പ് തീരെയില്ല. ഇതിൽ ഒട്ടിച്ച പാടൊന്നും കാണില്ല. അപ്പോൾ ഒരു ഭാഗം വളരെ ക്ലിയർ ആയിരിക്കണം. 7ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് സ്ക്വയർ നമ്പർ, സമചതുര സംഖ്യകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാ 10 × 10 ഇത് ഒരു സ്ക്വയർ നമ്പറാണ്. ഇത് സ്ക്വയർ തന്നെയാണ് കാണും. യെസ്, ഞാനത് ഒരു വരിയും ഒരു നിരയും മടക്കുകയാണ്. ഇപ്പോഴിത് 9 × 9 9 × 9 സമചതുരാണ്. അപ്പോൾ നമ്മൾ 10 വെച്ചപ്പോൾ, അതായത് ഇത് വെച്ചപ്പോൾ അതിലേറ്റവും വലുത് വന്നത് 100. 10 വരിയും 10 നിരയുമുള്ള സമചതുരം. ഇപ്പോൾ കാണുന്നത് 9 നിരയും 9 വരിയുമുള്ള സമചതുരമാണ്. അപ്പോൾ 100ന് തൊട്ട് താഴെയുള്ള സമചതുര സംഖ്യ സ്ക്വയർ നമ്പർ. അപ്പോൾ 100 കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്നത് 9 × 9 81. അപ്പോൾ ഇത് എണ്ണി നോക്കിയാൽ കൃത്യമായിട്ട് 81 കളങ്ങളുണ്ടാവും. സമചതുരത്തിൽ തന്നെ കാണാം. ഞാനിതാ നിവർത്ത് 1ന് പകരം 2 മടക്കി ഉള്ളിലേക്ക് വെക്കുകയാണ്. അതുപോലെ ഇതാ ഇവിടെയും 2 മടക്കി ഉള്ളിലേക്ക് വെക്കുക. ഇപ്പോഴോ
ഇപ്പോൾ 8 വരിയും 8 നിരയും. അപ്പോൾ 8 × 8 64 രൂപം കൃത്യമായിട്ട് സമയത്തിൽ തന്നെ കാണാം. 64. അടുത്തത് ഇതാ ഒന്നും കൂടെ ഉള്ളിലേക്ക് മടക്കുകയാണ്. അപ്പോൾ ഇതാ 3 എണ്ണം ഉള്ളിലേക്ക് മടക്കി. ഇവിടെയും അതേപോലെ 3 എണ്ണം ഉള്ളിലേക്ക് മടക്കുകയാണ്. ഇപ്പോഴോ 7 × 7 7 × 7. അപ്പോൾ 7ൻ്റെ സ്ക്വയർ. സ്ക്വയർ എന്ന് പറയുമ്പോൾ രൂപം കൃത്യമായിട്ട് സ്ക്വയർ തന്നെ കാണാനാവണം. അപ്പോൾ 49. വീണ്ടും ഒന്നുകൂടെ മടക്കുക. അപ്പോൾ 4 വരിയും 4 നിരയും അങ്ങ് മടക്കും. ഇതാ ഇപ്പോൾ കൃത്യമായിട്ട് കാണാം. 6 × 6 ആണ്. 6 വരിയും 6 നിരയും. അപ്പോൾ 6 വരിയും 6 നിരയും 6 × 6 36 സമയദ്രങ്ങൾ. 36. ഇപ്പോൾ 5 × 5 5 സ്ക്വയർ. 5 × 5 25 സ്ക്വയർ. അടുത്ത നമുക്ക് വേണ്ടത് 4 ആണ്. എന്താ 2 ഭാഗത്തു നിന്നും മടക്കുന്ന ഇത് 4 × 4 16. ഇതുപോലെ മടക്കി ചെറുതാക്കി 3 × 3 2 × 2 അവസാനം 1 × 1 വരെ. പക്ഷേ ഇതിങ്ങനെയും മടക്കി ഒരുപാട് മടക്കി വരുമ്പോൾ 1 × 1 കാണിക്കാൻ ലേശം ഒരു പ്രയാസമായിരിക്കും. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ 10 × 10 100 സമയദ്രങ്ങൾ ചേർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഇതാ ഈ സമയദ്രത്തിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് മറ്റൊരു സമയദ്രവും കൂടെ നിങ്ങൾക്ക് കാണാം. അത് ഓരോന്നും ത്രികോണങ്ങൾ, സമപാർശ്വ ത്രികോണങ്ങൾ, മട്ടത്രികോണങ്ങൾ ചേർന്നിട്ടാണ്. അപ്പോൾ നടുവിലുള്ള 4 മട്ടത്രികോണങ്ങൾ, അതുപോലെ മൊത്തം നോക്കിയാൽ 8 മട്ടത്രികോണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കാണാം. അതിനനുസരിച്ച് മുറിച്ച് ഒട്ടിച്ച് വെച്ചതാണ്. അതിൻ്റെ പിറകുവശം നോക്കിയാൽ ആ ഒട്ടിച്ച പാടും സെലോ ടൈപ്പൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഒരു സൈഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. അതായത് ഇതാണ് കുട്ടി കാണുന്ന ഭാഗം. മറ്റത് അതിൻ്റെ എന്തായാലും മേനലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, കൈകൊണ്ട് ഒട്ടിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു സൈഡ് നമ്മൾ നീറ്റായിട്ട് കുട്ടീൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടെടുക്കുന്നത്. അപ്പോൾ ത്രികോണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ നടക്കുന്ന UP തലത്തിലാണ്. അപ്പോൾ ഞാനിത് ഈ സമയദ്രത്തെ നേരെ അതിൻ്റെ വികരണം അതിലൂടെ ഞാനിങ്ങെടുക്കുക. അപ്പോൾ ഒരു മട്ടത്രികോണം തന്നെയായി. അപ്പോൾ ഒരു സമയദ്രത്തെ അതിൻ്റെ വികരണത്തിലൂടെ നമ്മൾ മുറിക്കുമ്പോൾ 2 മട്ടത്രികോണങ്ങളായി മാറും. 2 മട്ടത്രികോണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് മറ്റ് ത്രികോണങ്ങൾ കാണുന്നുണ്ട്. ഇനി ഞാൻ ഈ ഭാഗം ഇവിടത്തേക്ക് മടക്കുകയാണെന്ന് വെച്ചാൽ ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂല ഞാൻ ഇവിടത്തേക്ക് മടക്കുകയാണ്. അപ്പോൾ ഇവിടം വരെ എത്തി. രണ്ടാമത്തെ മൂല എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. ഇത് ഞാൻ ഇവിടത്തേക്ക് മടക്കി. നോക്ക്, ഇത് രണ്ടും കൃത്യമായിട്ട് ഈ മധ്യബിന്ദുവിൽ വന്ന് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് മൂന്നാമത്തെ മൂല ഇതാണ്. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ത്രികോണത്തിൻ്റെ 3 മൂലകളും യോജിച്ചപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു സ്ട്രെയിറ്റ് ലൈനാണ്, നേർരേഖയിലാണ് സംഗമം. കൃത്യമായിട്ട് കാണാം. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മൂല ഞാൻ ഇവിടത്തേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് ഞാനിതാ അതേ പോയിന്റിലേക്ക് തന്നെ, സെയിം പോയിന്റിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്.
ഇനി ഇതാ ഈ ഭാഗം ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഇവിടത്തേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി ഈ 3 മൂലകളും ചേർന്ന് ഒരു നേർരേഖയിൽ വന്നിരിക്കും. അപ്പോൾ നേർരേഖയുടെ കോണളവ് 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ 3 മൂലകളിലെയും കോണുകൾ നമ്മൾ അളന്ന് നോക്കിയാൽ 3 കൂടെ 180 ഡിഗ്രി കിട്ടും. ഇത് ഈ ത്രികോണത്തിന് മാത്രമല്ല, ഏത് ത്രികോണം നമ്മളിങ്ങനെ എടുത്ത് പരിശോധിച്ചാലും അത് 180 ഡിഗ്രി തന്നെയായിരിക്കും. യെസ്, ഒന്നതാണ് ആശയം. അപ്പോൾ എന്നാ UP തലത്തിലുള്ള ഒരു ആശയമാണ്. യെസ്. ഇനി മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സമചതുരം, അതിൻ്റെ ഒരു മൂല ഞാൻ മടക്കുകയാണിതാ. ഈ ട്രയാങ്കിൾ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി, രണ്ടാമത്തെ മൂലയും മടക്കി, മൂന്നാമത്തെ മൂലയും മടക്കി, നാലാമത്തെ മൂലയും ഉള്ളിലേക്ക് മടക്കി. ഇപ്പോഴെന്താ നമുക്ക് കാണുന്നത്? വീണ്ടും സമചതുരം തന്നെയാണ്. സമചതുരം തന്നെയാണ്. യെസ്. അപ്പോൾ ഇതിൻ്റെ മധ്യബിന്ദുവിലൂടെയാണ് നമ്മൾ മടക്കിയത്. ഒന്നും കൂടെ നോക്കാം. ഇതിൻ്റെ മധ്യബിന്ദുക്കൾ ചേർന്ന് വരക്കുന്ന വരയാണിത്. അതിൻ്റെ വശത്തിൻ്റെ മധ്യബിന്ദു അതിൻ്റെ തൊട്ടടുത്ത സമീപത്തേക്ക് വരയ്ക്കുകയാണ്. അങ്ങനെയാണ് നമ്മളിത്. അപ്പോൾ ഒരു സമചതുരത്തെ അതിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ വരക്കുകയോ മുറിക്കുകയോ ചെയ്താൽ വീണ്ടും സമചതുരം തന്നെയാണ് കിട്ടുക. അപ്പോൾ ആദ്യത്തെ സമചതുരത്തിൻ്റെ എത്ര ഭാഗമായത് നോക്കണേ. നേരെ തിരിച്ചങ്ങിടുക. എങ്ങനെയാണ് വന്ന് നിൽക്കുന്നത് നോക്കുക. നമ്മളെങ്ങനെയാണ് ഇങ്ങനെയാണ് 4 എണ്ണം കറക്റ്റ് ഈ മധ്യബിന്ദുവിലേക്കാണ് ഇത് വരുന്നത്. ഇത് മധ്യബിന്ദുവിലേക്കാണ് വരുന്നത്. ഇവിടെയും കൃത്യമായിട്ട് മധ്യബിന്ദുവിലേക്കാണ് വരുന്നത്. ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാം, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണളവുകളുടെ തുക. അതിതാ കൃത്യമായിട്ട് 4 മട്ടത്രികോണങ്ങൾ ചേർന്നതാണ്. ഓരോ മട്ടത്രികോണത്തിൻ്റെ അളവ് നമുക്കറിയാം 90 ഡിഗ്രിയാണ്. അപ്പോൾ 4 90 വരുമ്പോൾ 360 ഡിഗ്രി. യെസ്. ഇവിടെയും നിങ്ങൾ സെലോട്ടെ പൊട്ടിച്ച കലയൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടാവും. യെസ്. ഇനി ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശതമാനം കൃത്യമായിട്ട് പറയാം. മൊത്തം എണ്ണി നോക്കിയാൽ 100 സമചതുരങ്ങളാണ് ഉണ്ടാകുക. അതാണ് ഞാനിങ്ങനെ ഈ രൂപത്തിൽ മടക്കിയത്. അപ്പോൾ 100 നേരെ മടക്കി നേരെ പകുതിയാക്കി. അപ്പോൾ അതിനെ 2 തുല്യ ഭാഗമാക്കിയതാണ്. അപ്പോൾ ഇത് എണ്ണി നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് 50 സമചതുരങ്ങൾ കിട്ടും. അപ്പോൾ ശതമാനമാണെങ്കിൽ ഇത് 50%. യെസ്. ഞാനത് വീണ്ടും മടക്കുകയാണ്. വീണ്ടും മടക്കുമ്പോൾ ഇങ്ങനെയാണ് വന്നത്. വീണ്ടും ആ കിട്ടുന്ന എല്ലാം മട്ടത്രികോണങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ കിട്ടിയതും മട്ടത്രികോണങ്ങളാണ്. അപ്പോൾ ആ 50 അതെന്ന് വെച്ചാൽ ആദ്യത്തെ 100ൻ്റെ പകുതിയുടെ പകുതിയാണ് ഇപ്പോഴോ എന്ന് വെച്ചാൽ 100 ഗുണിക്കണം 1/4 അപ്പോൾ ഇത് സമചതുരങ്ങൾ എണ്ണി നോക്കിയാൽ കൃത്യമായി 25 എണ്ണം നമുക്ക് നോക്കുക. 25 എണ്ണം കിട്ടുന്നുണ്ടോ? പൂർണ്ണമായ സമചതുരങ്ങൾ എണ്ണ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 പൂർണ്ണ സമചതുരങ്ങളുണ്ട്. ഇനി 2 ഹാഫ്. ഇത് രണ്ടും ചേർത്ത് 21 22 ഇവിടെയും ചേരുമ്പോൾ 23 24 ഇവിടത്തേക്കെത്തും 25. യെസ്. ഇനി അപ്പോൾ ഇതെത്ര 100നെ എത്ര മടക്കാക്കി? 4 അപ്പോൾ 4/1. 100ൻ്റെ 4/1 25%. അപ്പോൾ 100ൻ്റെ പകുതിയുടെ പകുതി. ഇനി ഞാൻ ഒന്നും കൂടെ പകുതിയാക്കുക. ഇപ്പോഴോ 100ൻ്റെ പകുതിയുടെ പകുതി. അപ്പോൾ 100ൻ്റെ പകുതി 50, അതിൻ്റെ പകുതി 25 നമ്മൾ നേരത്തെ കണ്ട്. ഇത് 25ൻ്റെ പകുതി എത്ര ഉണ്ടാവണം? 12.5. നമുക്ക് നോക്കുക, നേരത്തെ എണ്ണീൻ്റെ തൊട്ട് തന്നെ നോക്കുക. 1 2 3 4 5 6 7 8 9 10. ഇനിയോ ഇത് രണ്ടും ചേർന്ന് 11, ഇത് രണ്ടും ചേർന്ന് 12,
ഈ ഹാഫ് 12.5. അപ്പോൾ 100ൻ്റെ 8/1 ഭാഗമാണിത്. യെസ്. ഇനി ഒന്നും കൂടെ ചെറുതാക്കുമ്പോൾ ഇതാ ഇതോ ആണ്. അപ്പോൾ 12.5യുടെ പകുതി എത്രയാണെന്ന് നോക്ക്. 1, 2, 3, 4. ഇത് രണ്ടും കൂടെ 5, ഇത് രണ്ടും കൂടെ 6, ഇത് 1/4 ഭാഗമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചേർത്ത് വെച്ച് ഒരു 3D എഫക്റ്റുള്ള രൂപമൊക്കെ ഉണ്ടാക്കാം. ഒരു ഇതാ പലതരത്തിലുള്ള രൂപങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ നടുവിൽ നിന്ന് ഒരു പിരമിഡ് മേലേക്ക് കയറി വരുന്ന കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇതാ